എല്ലാം നമസ്കാരം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൾച്ചർ എന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൾച്ചർ ഉണ്ടാക്കുന്ന വീഡിയോ ഇടാന്നുള്ളത്. അപ്പോൾ അങ്ങനെ കമൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൾച്ചർ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ള ബ്രെഡ്, ഒരു പാത്രം, കുറച്ച് വെള്ളം. അപ്പോൾ പാത്രം എന്ന് പറയുന്നത് നമുക്ക് കൾച്ചർ സെറ്റ് ചെയ്യാനായിട്ടുള്ള പാത്രമാണ്. അപ്പോൾ അതുപോലത്തെ ഒരു പാത്രം മതി വീഡിയോയിൽ കാണുന്ന പോലെ. പിന്നെ കുറച്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് വേണം. പിന്നെ നമ്മുടെ സ്റ്റാർട്ടിങ് കൾച്ചർ, അതാണ് നമ്മുടെ സ്റ്റാർട്ടിങ് കൾച്ചർ വരുന്നത്. നമ്മൾ സെയിൽ ചെയ്യുന്ന സ്റ്റാർട്ടിങ് കൾച്ചറാണ്. പിന്നെ വേണ്ടത് ഒരു പാത്രമാണ്. ഓക്കെ, ഈ പാത്രം എന്തിനാണെന്നുള്ളത് നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. ബ്രെഡ് നമ്മൾ സൈഡിലുള്ള ബ്രൗൺ കളർ കളഞ്ഞ് നമ്മൾ ബ്രെഡ് ഇതുപോലെ ആക്കും. ഇതാണ് ബ്രൗൺ കളർ വരുന്ന ആ ഒരു സൈഡിലത്തെ പാർട്ട് എന്ന് പറയുന്നത്. നമുക്കിനി വേസ്റ്റാണ്, നമുക്ക് ആവശ്യമില്ല. ഈ ഒരു വൈറ്റ് കളറുള്ള സെൻറ്റർ പാർട്ട് വെച്ചിട്ട് മാത്രമാണ് നമ്മൾ കൾച്ചർ സെറ്റ് ചെയ്യുന്നത്. അതിലേക്ക് വെള്ളം ഒഴിക്കുന്നു. വെള്ളം ആവശ്യത്തിന് ഒഴിക്കുക. ഇനി വെള്ളം കൂടി പോയെന്ന് വെച്ചിട്ട് ആരും ടെൻഷൻ അടിക്കരുത്. കുറച്ചും കൂടി എന്താ പറയുക, ബ്രെഡ് സ്ലൈസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്നും കൂടെ അതിൻ്റെ കൂടെ കൂട്ടി കുഴച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ളൊരു പരുവം കിട്ടും. അത് ഏതാണ് ഈ ആവശ്യത്തിനുള്ള പരുവം എന്നുള്ളത് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. നന്നായിട്ട് കുഴയ്ക്കുക. അത്യാവശ്യത്തിനുള്ള വെള്ളം കാര്യങ്ങളും വേണം. ഒരു കുഴമ്പൻ രൂപത്തിലേക്കാക്കി മാറ്റേണ്ടതാണ് ഈ കൾച്ചർ, ഈ ബ്രെഡ്. അപ്പോൾ വീഡിയോ കാണുക, സ്കിപ്പ് അടിക്കരുത്, എന്നാലും മനസ്സിലാവുള്ളൂ. ഇങ്ങനെ നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്തിട്ട് ഒരു പേസ്റ്റ് പോലത്തെ ഒരു പരുവത്തിലേക്കാവും. അപ്പോഴാണ് എന്താ പറയുക, നമുക്ക് കൾച്ചർ സെറ്റ് ചെയ്യാനുള്ളൊരു മീഡിയ ആവുന്നുള്ളൂ. ഓക്കെ, നല്ല രീതിക്ക് മിക്സ് ചെയ്യുക. കട്ട കുത്തി നിൽക്കരുത്. ബ്രെഡ് ഉള്ളിലിങ്ങനെ എന്താ പറയുക, കട്ട പോലെയായിട്ട് നിൽക്കാൻ പാടില്ല. ഇത് നല്ല രീതിക്ക് തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കട്ട കുത്താത്ത രീതിക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്താൽ ഈ ഒരു പരുവത്തിലേക്ക് ആവണം, ഒരു പേസ്റ്റ് പോലെ ഒരു പരുവത്തിലേക്ക് ആവണം. അങ്ങനെ നമ്മൾ കൾച്ചർ സെറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബോക്സ്, അതിപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ എന്തൊരു കണ്ടെയ്നർ ആയാലും മതി. നമ്മളിതുപോലെ മീഡിയം ഫിൽ ചെയ്യുന്നു. ഇതുപോലെ നന്നായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. ഏതാണ്ട് ഒരു 1 ഇഞ്ചൊക്കെ മതി. കണ്ടില്ലേ, ഏതാണ്ട് ഒരു 1 ഇഞ്ച്, ഒരു 1/2 ഇഞ്ച്, 1 ഇഞ്ച് ആ ഒരു വിഡ്ത്ത് മതി മീഡിയം ഫില്ല് ചെയ്യണമെന്ന് പറയുന്നത്. അത്യാവശ്യം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതുപോലെ ആയിരിക്കണം ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ. ഒരു 1 ഇഞ്ച്, ഒരു ഹാഫ് ടു 1 ഇഞ്ച് ഓളം കനത്തിൽ നിങ്ങൾ അടിയിൽ മീഡിയം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ഒരു പരുവത്തിലേക്ക് ആയി മാറണം കേട്ടോ. ഓക്കെ, നിങ്ങൾ കണ്ടെയ്നർ എത്ര സൈസ് എടുക്കണോ അത്ര സൈസിനനുസരിച്ചിട്ട് നിങ്ങൾ ബ്രെഡ് ഇതുപോലെ എന്താ പറയുക മിക്സ് ചെയ്യാനും കാര്യങ്ങൾക്കുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം ഇത് കണ്ടില്ലേ, നമ്മുടെ സ്റ്റാർട്ടർ കൾച്ചറാണ്. വേമാണ് മുകളിലിരിക്കുന്നത്, ടോപ്പിലിരിക്കുന്നത് വേമാണ്. സ്റ്റാർട്ടർ കൾച്ചർ തുറക്കുക. ഇതാണ് നമ്മുടെ സ്റ്റാർട്ടർ കൾച്ചർ. നമുക്ക് കൾച്ചർ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടുമ്പോൾ ഇതുപോലൊരു പരുവത്തിലാണ് ഉണ്ടാവുക. ഇതാണ് സ്റ്റാർട്ടർ കൾച്ചർ എന്ന് പറയുന്നത്. സൈഡിലും അതുപോലെ ടോപ്പിലൊക്കെ വേം ഉണ്ടാവും. നമ്മളുള്ളിലുള്ള എന്താ പറയുക, ആ സ്റ്റാർട്ടർ കൾച്ചർ മാത്രമാണ് നമ്മൾ കൾച്ചർ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നുള്ളൂ. ടോപ്പിൽ വരുന്ന വേമിനൊക്കെ നിങ്ങൾക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ ബഡ്സ് കൊണ്ടോ എടുത്ത് ഡയറക്റ്റ് ഫീഡ് ചെയ്യാവുന്നതാണ് ഫിഷിന് കേട്ടോ. ഇതുപോലെ ഇപ്പോൾ നമ്മളൊരു 3 കണ്ടെയ്നറിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് ഒരു 3 to 4 കണ്ടെയ്നർ വരെ നിങ്ങൾക്ക് കൾച്ചർ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് എടുക്കുക. സ്പൂൺ എന്ന് പറയുന്നത് ഞാൻ ആദ്യം പറയാൻ പറ്റൂ, നമുക്ക് വേണ്ട എന്താ പറയുക സാധനങ്ങൾ ആവശ്യമുള്ളതാണ് സ്പൂൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ കൾച്ചർ എടുക്കുക, ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏതെങ്കിലും ഒരു പാർട്ടിൽ മാത്രം അങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു 4 കൾച്ചർ ഉണ്ടാക്കാനുള്ളത് ഉണ്ടാവും. നമ്മളൊരു 3 കൾച്ചറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, നമ്മുടെ സ്റ്റാർട്ടർ കൾച്ചറിലുള്ളത് മുഴുവൻ ഞാൻ